Board clear ആണല്ലോ? Okay അല്ലേ? So whenever the axis of a solid is inclined to HP, the simple question will be axis perpendicular to HP. Okay. So axis perpendicular to HP or VP ആണ് simple question. So inclined to ആയിട്ടുള്ള questions വന്നാൽ inclined to HP or inclined to VP വന്നാൽ you have to make it perpendicular to that plane. ഏത് plane ആയിട്ടാണോ inclined ഉള്ളത് ആ plane perpendicular ആയിട്ട് place ചെയ്താൽ that will be the simple question. Okay. So ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ hexagonal prism is resting on HP or on the ground. Okay. HP instead of ground എന്ന് പറയാം. Okay. So resting on the ground on one of the edges of the base. Okay. One of the edges of the base. So for a hexagon, there are 5 base edges. Sorry, 6 base edges. Okay. So അതിനകത്ത് ഒരു 6 base edgeലാണ് one of the 6 base edgesലാണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. Okay. So let's assume it is resting on this base edge. Okay. And the axis is inclined 35 degree to the HP. Okay. So initially here portion axis will be perpendicular to HP. Now this is inclined to HP. Axis is inclined to HP. Okay. So first ഞാൻ പറഞ്ഞു ഇതാണ് ആക്ച്വൽ പോർഷൻ. ഈ ഒരു പോർഷനിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ഓർ ടോപ്പ് വ്യൂ നമുക്ക് വരക്കാൻ പറ്റില്ല. ഓക്കെ. ഈ ഒരു പോർഷനിൽ ഇതാണ് ആക്ച്വൽ പോർഷൻ. യു നോ ദാറ്റ് ദിസ് ഇസ് ദ ആക്ച്വൽ പോർഷൻ. ആക്സിസ് ഇൻക്ലൈൻഡ് ടു HP. ബട്ട് ഈ ഒരു പോർഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ. സോ നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ചേഞ്ച് ഓഫ് പൊസിഷൻ മെത്തേഡ് എന്ന് പറയാം. Okay, change of position method. That is, first we have to assume the object is in the simple position, that is perpendicular to HP. Okay, at this position we will draw the top view and front view, and next portion നമ്മൾ ഇതിനെ actual position convert ചെയ്യും. Okay, so axis inclined to HP ആകുമ്പോൾ എപ്പോഴും axis perpendicular to HP ആയിരിക്കും simple position. So you have to start with the top view. അല്ലെ, top view ആണ് നിങ്ങൾക്ക് ഇതിന്റെ true shape, hexagonന്റെ true shape കാണാൻ പറ്റുന്നത്. So draw the XY line. Draw the XY line. Now, hexagonal prism in the top view you can draw like this. എത്രയാണ് ആംഗിൾ വരിക? ഹെക്സഗണൽ പ്രിസം ആകുമ്പോൾ അതിന്റെ ബേസ് എഡ്ജിന് ഇടയ്ക്കുള്ള ആംഗിൾ എത്ര വരിക? Anybody know? രണ്ട് ബേസ് എഡ്ജിന് ഇടയ്ക്കുള്ള ആംഗിൾ ഇത് എത്രയായിരിക്കും വരിക? ഇല്ല, ഞാൻ പറയാം, ക്ലിയർ ചെയ്യാം. ലിസൺ, ഈ ഒരു സെന്റർ കൺസിഡർ ചെയ്യാം. നമ്മൾ ഇതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. 6 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അസ്യൂം ചെയ്യാം. ഡ്രോയിങ് ദ ഡയഗണൽസ്. ഓക്കെ, ഡയഗണൽസ് ഇവിടെ ഓരോ ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്തിട്ട് ഡയഗണൽസ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സെന്ററിന്ന് ഓരോ കോർണറിലേക്ക് ലൈൻസ് വരച്ചിട്ടു എന്ന് പറയാം. No, actually, at the center, the total angle will be total angle. What will be the total angle at the center? Please comment. What will be the total angle? Complete angle at the center 360 degree. 360 ആയിരിക്കും. ടൈം എടുത്ത് പറയും. This will be 360 degree. Okay, now we are dividing this 360 into 6 equal sections. 6 each equal sections like this. Okay, അപ്പൊ അങ്ങനെയാവും ഈ ഓരോ ആംഗിൾ എത്രയായിരിക്കും? ഈ ഓരോ ആംഗിൾ എത്രയായിരിക്കും? 360/6 അല്ലേ വരാം. ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. 6 ഈക്വൽ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ ഓരോ ആംഗിൾ എത്ര വരിക? 360/6 അല്ലേ? സോ ഇറ്റ് വിൽ ബി 60 ആയിരിക്കും. ഓക്കെ, നൗ ഇത് 60 ആണെങ്കിൽ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് ട്രയാംഗിൾ,
ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ആംഗിൾ? ഈ രണ്ട് ആംഗിൾ എത്രയായിരിക്കും? യു നോ ദാറ്റ് ടോട്ടൽ ആംഗിൾ ഫോർ എ ട്രയാങ്കിൾ വിൽ ബി 180 അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ ടോട്ടൽ 180 ആയിരിക്കും. ഇവിടെ ഓൾറെഡി 60 പോയി, അപ്പോൾ റിമൈനിങ് 120 ആയിരിക്കും ഉണ്ടാവും ടോട്ടൽ. രണ്ടും കൂടി ഏതോ 120 ആണ് വേണ്ടത്, രണ്ടും കൂടി ആഡ് ആയതിൽ. ബട്ട് ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാൻ സെന്ററിന് ഓരോ കോർണറിലേക്കുള്ള ലെങ്ത് സെയിം ആയിരിക്കും. സീൻസ് ദ hexagon is a regular hexagon. Regular hexagon means all edges are equal. All edges equal ആണെങ്കിൽ അതിന് റെഗുലർ ഹെക്സൺ എന്ന് പറയും. സോ ഇവിടെ എല്ലാ എഡ്ജസ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഹെക്സൺ ആണ്. സോ ഫ്രം ദ സെന്റർ ടു കോർണർ ഡിസ്റ്റൻസ് വിൽ ബി സെയിം. Each corner like different same angle. So you can say that this is an isosceles triangle, and for isosceles triangle, these angles will be equal. Similar edge and opposite angle, same angle. So total 120 എന്ന് പറയുമ്പോൾ അത് ഇത് രണ്ടിലും ഈക്വൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് വരും. So it will be 60 60. So you can see that this is an actually an equilateral triangle. 60 60 60 വന്നാൽ that means it's an equilateral triangle. Okay. അപ്പോൾ അത് പോട്ടെ. Then ഇത് 60 ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങനെ അതിന് അടുത്ത നെക്സ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും, അതിന്റെ ഇവിടെ 60 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ അങ്ങനെ ടോട്ടൽ രണ്ട് എഡ്ജിനിടയ്ക്കുള്ള ആംഗിൾ എത്ര വരിക? ടു എഡ്ജസിനിടയ്ക്കുള്ള ആംഗിൾ വിൽ ബി 60 plus 60. Okay, 60 plus 60, so 120 degree വരും. Okay, so how to draw this hexagon? ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരക്കുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ഫസ്റ്റ് ഡ്രോ അതായത് 20 mm ആണ് ഇതിന്റെ ബേസ് എഡ്ജ് ലെങ്ത് വന്നില്ല. സോ 20 mm ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഈ സെന്റർ ആക്കി വെച്ച് ടോപ്പ് ആൻഡ് സെന്റർ ആക്കി വെച്ചിട്ട് പ്രൊട്രാക്ടർ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ദെൻ മെഷർ 120 ഡിഗ്രി ആൻഡ് ഡ്രോ അതർ എഡ്ജ്. ഓക്കെ, അതുപോലെ പ്രൊട്രാക്ടർ ഇവിടെ പ്ലേസ് ചെയ്യാം. 120 ഡിഗ്രിയിൽ അടുത്ത എഡ്ജ് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്രാക്ടർ ഇവിടെ പ്ലേസ് ചെയ്യാം. 120 ഡിഗ്രിയിൽ അടുത്ത എഡ്ജ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് പ്ലേസ് ചെയ്യുക. ബേസ് കറക്റ്റ് ആ ലൈനിൽ തന്നെ വരണം. ഓക്കെ, അങ്ങനെ വരച്ചു പോവാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഹെക്സഗൺ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓരോ എഡ്ജ് വരച്ച് 120 ഡിഗ്രി എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് എഡ്ജസ് ഇതുപോലെ എടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ എടുക്കുക? ഇത് ഓക്കെ അല്ലേ? ഇതും ഹെക്സഗൺ ആണ്. ബട്ട് ഞാൻ ഏത് മെത്തേഡിലായിരിക്കണം ഹെക്സഗൺ ടോപ്പിൽ വരക്കേണ്ടത്? ക്യാൻ എനിവൺ സേ? രണ്ട് ടൈപ്പിൽ ഞാൻ ഇവിടെ വരച്ചിട്ട് ഹെക്സഗൺ. ഓക്കെ, the first one base edge is perpendicular to the xy line, and the other one base edge is parallel to the xy line. Which one should be our simple portion? Top simple portion. First one or second one? Second. Okay. What about others? Second. അപ്പോൾ എല്ലാവരും സെക്കൻഡ് എന്നാണോ പറയുന്നത്? ഒരാൾ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ബാക്കിയുള്ളവർ സെക്കൻഡ് പറഞ്ഞത്? ബട്ട് സെക്കൻഡ് അല്ല, ഫസ്റ്റ് ആണ് കറക്റ്റ് കേട്ടോ. ലിസൺ, ഇവിടെ ശ്രദ്ധിക്കാം. ഇത് രണ്ടിലും നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഒരു ഇതിൽ വരയ്ക്കുന്ന ഒരു പൊസിഷൻ വരും, മറ്റൊരു പൊസിഷൻ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വൈ ഡ്രോയിങ് ദ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, നൗ നമുക്കിവിടെ ഒരു കണ്ടീഷൻ വരും. ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഒരു ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കാം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള ഒബ്ജക്റ്റ് കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദിസ് നൗ ദ HP. ഓക്കെ, ഈ ഒരു പൊസിഷൻ ടിൽറ്റ് ചെയ്താൽ ഇത് അതിനെ റെസ്റ്റ് ചെയ്യുന്നത് ഒരു എഡ്ജിലായിരിക്കും. കാണുന്നുണ്ടല്ലോ, റെസ്റ്റ് ചെയ്യുന്ന ഒരു എഡ്ജിലാണെന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അറ്റ് ദിസ് പൊസിഷൻ ഇതിന്റെ ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് എഡ്ജ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ XY line. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ
ആ എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ലൈൻ. ടോപ്പ് നോക്കണം കേട്ടോ, ടോപ്പിലാണ് ആ എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് ലൈൻ വരിക. നൗ ഇതുപോലെ ഒരു കോർണർ എക്സ്ട്രീം പൊസിഷൻ വെച്ചാൽ ലൈക്ക് ദിസ്, യു കൻ സീ ദാറ്റ് നൗ ദീസ് ടു ആർ കോർണേഴ്സ്. ഈ രണ്ട് എൻഡിലുള്ളത് കോർണേഴ്സ് ആണ്. ഓക്കെ, നേരത്തെ വെച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെ വെച്ചത്. അപ്പോൾ രണ്ട് എക്സ്ട്രീം എൻഡിൽ വരുന്നത് എഡ്ജസ് ആണ്. ഇവിടെ ഒരു എഡ്ജാണ് വരുന്നത്, ബേസിൽ ഇവിടെ ഒരു എഡ്ജാണ് വരുന്നത്, അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ എഡ്ജാണ് വരുന്നത്. നൗ കോർണേഴ്സ് ആണ് ഈ എക്സ്ട്രീം പൊസിഷൻ വെക്കുക. നൗ ഇഫ് ഐ എം ടിൽറ്റിംഗ്, ഇപ്പോൾ ഇത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഓൺ ദ എച്ച് പി എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത്? Can you see? It's resting on the edge. ആണോ? കാണുന്നില്ലേ? എഡ്ജിലാണോ റെസ്റ്റ് ചെയ്യുന്നത്? നോ. എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കോർണറിലല്ലേ, ബേസ് കോർണറിലല്ലേ റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? നോക്കാം, ഇവിടെ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു കോർണറിലാണ്. ഓക്കെ, സോ ഈ ഇൻ ദ ക്വസ്റ്റ്യൻ രണ്ട് കേസ് വരാം. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ കോർണർ എന്നുള്ള കേസ് വരാം, റെസ്റ്റിംഗ് ഓൺ ബേസ് എഡ്ജ് എന്നുള്ള കണ്ടീഷൻ വരാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു place the simple portion. If the object is resting on one of the corners of its base, your top view should be like this. Okay, right extremely corner വരണം. റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വന്നാലും നമ്മൾ സിമ്പിൾ പോർഷൻ പിന്നെ ടിൽറ്റ് ചെയ്യുമ്പോൾ ആ കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടും. അതർവൈസ് നമ്മൾ ഇതുപോലെയാണ് വരക്കുന്നതെങ്കിൽ, അതായത് റൈറ്റ് എക്സ്ട്രീമിൽ ഒരു എഡ്ജ് ഇതുപോലെ വേർട്ടിക്കലായിട്ട് എക്സ് ലൈന് പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ ആ പോർഷനിൽ നമ്മൾ ടിൽറ്റ് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് വി ക്യാൻ എന്താ ചെയ്യുക, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതിൽ വരാം. ഓക്കെ, എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് നമുക്ക് കിട്ടും. സോ since in the question it is given that the object is resting on one of the base edges, റൈറ്റ് എക്സ്ട്രീമിൽ ഒരു എഡ്ജ് വരുന്ന നിങ്ങൾ വരാം. സോ രണ്ട് കണ്ടീഷനുള്ള ബേസിക്കലി either റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരിക അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരിക. ഓക്കെ, അതിന് ഇടയ്ക്ക് വേറൊരു പൊസിഷൻ ഇല്ല. ഓക്കെ, സോ based on the condition resting on corner ആണെങ്കിൽ you have to draw like this. ഓക്കെ, അതർവൈസ് ഇതുപോലെ വരക്കണം. അപ്പോൾ ഇതുപോലെ വരക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് വൺ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ലൈൻ. ഒരു ബേസ് എഡ്ജ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് ഓപ്പോസിറ്റ് എഡ്ജ് പാരലായിട്ട് വരും. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യാൻ കേട്ടോ, ആരും ഓൺ ചെയ്തിട്ടുണ്ട്, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, ഓഫ് ചെയ്യാം. സോ അതർ കേസ് ഇതിലെങ്ങനെ നിങ്ങൾ വരച്ചു തുടങ്ങാം? ഞാൻ എനിബഡി സേ ഇവിടെ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? റെസ്റ്റിംഗ് ഓൺ കോർണർ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഹലോ, മൈക്ക് ഓഫ് കേട്ടോ, നിഹാരിക മൈക്ക് ഓഫ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എഡ്ജ് പാരലൽ ടു എക്സ് ലൈൻ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. സോ നമുക്ക് കോർണർ എക്സ്ട്രീം ഉണ്ടെങ്കിൽ ഈ കോർണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ആൻ എഡ്ജ് ബൈ മേക്കിംഗ് പാരലൽ ടു ദ എക്സ് ലൈൻ. എഡ്ജ് പാരലൽ ടു എക്സ് ലൈൻ വരച്ചാൽ the corners will be at the extreme position. Okay, okay, so you have to start with the simple portion like this. And project the front view from this. Okay,
project the front view. Front view പറയുന്നത് extreme endpoints x ലേക്ക് പ്രൊജക്ട് ചെയ്യാം. Extreme endpoints x ലേക്ക് പ്രൊജക്ട് ചെയ്യാം. Now the base നമുക്ക് അങ്ങനെ വരയ്ക്കാം. So ശ്രദ്ധിക്കുക എല്ലാവരും എക്സ് ലൈനിൽ ബേസ് തിക്ക് ആയിട്ട് വരയ്ക്കണം. പല ആൾക്കാരും അത് മിസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് അത് തന്നെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കാം. നൗ ഈ ഇതിന്റെ ഹൈറ്റ് എത്രയാണ് തോന്നുന്നു അല്ലെ? വട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്? ഇറ്റ്സ് 50 അല്ലെ? ഹൈറ്റ് ഇസ് 50. സോ ഹൈറ്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റുന്നത് ഹൈറ്റ് ആണ് അല്ലെ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഫ്രണ്ട് വ്യൂ. സോ ഇവിടുന്ന് നേരെ ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഹൈറ്റിൽ ഈ എഡ്ജസ് ഒക്കെ അത്രയും ഹൈറ്റിൽ നമുക്ക് വരയ്ക്കാം. 50 mm. Okay. Now the boundary is complete. Okay, front view in the boundary now vaccinated. Is there anything to add in the front view? In the work and okay, this is the portion in the front view. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ? ഏതെങ്കിലും എഡ്ജ് മാർക്ക് ചെയ്യാനുണ്ടോ in this position? ഇവിടെ എഡ്ജ് കാണുന്നില്ലേ? ദിസ് എ വെർട്ടിക്കൽ എഡ്ജ്. ഓക്കെ, ദാറ്റ് വെർട്ടിക്കൽ എഡ്ജ് നമുക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ് വിൽ ബി വിസിബിൾ. സോ ആ എഡ്ജ് എന്ന് പറയുന്നത് ഈ കോർണർ ഉണ്ടോ, ഇത് നേരെ നേരെ മുകളിലായിട്ടാണ് വരിക. സോ ഇത് തന്നെയാണ്. So now the front view is complete. Front view is complete. Now you have to name the object. Let's assume top face is ABCD. So ABCD E F and base PQRS PQR S T and U. So നിങ്ങൾക്ക് ഇതിന്റെ കോർണേഴ്സ് ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന കോർണേഴ്സ് ആയിരിക്കും മനസ്സിലാവല്ലോ. It will be the corners visible in the front view. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു അവേ ഫ്രം എക്സ് ലൈനിലുള്ള എല്ലാ കോർണേഴ്സും ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും അല്ലെ? അവേ ഫ്രം എക്സ് ലൈനിലുള്ള എല്ലാ കോർണേഴ്സും ഫ്രണ്ട് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. സോ എന്തൊക്കെയായിരിക്കും? A, B, C, P, Q, R. These all corners will be visible in the front view. But ഇത് എവിടെയൊക്കെ ആയിരിക്കും? A, B, C are the top corners and P, Q, R are the base corners. So അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് A, B, C should be the top face. ഇവിടെ ആയിരുന്നു. And P, Q, R should be the base. X ലൈനിലായിരിക്കും P, Q, R വരെ. Because those are the base corners. So A dash, okay, B dash, C dash, visible corners. Then P dash, Q dash, R dash. നേരെ അതിന്റെ നേരെ മുകളിലുള്ള പോയിന്റ്സ് നോക്കിയാൽ മതി. Okay, at the base. Now invisible corners. A, B, C remaining അതേ ലെവൽ തന്നെ ഡി ഇ എഫ് വരും. ഓക്കെ, എ ബി സി കഴിഞ്ഞ് അതിന് ബാക്കായിട്ട് ഡി എഫ് വരും. അപ്പോൾ നമ്മുടെ എ ബി സി ഡി ഇ എഫ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? സോ അതിനകത്ത് എ ബി സി മാർക്ക് ചെയ്തു, സിന്റെ പുറകിലായിട്ട് ഡി വരും അല്ലെ? സോ ഡി ഇൻ ദ ബ്രാക്കറ്റ്സ് ഓഫ് സി. അത് നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ മനസ്സിലാവും. സി ടോപ്പിൽ ഇവിടെ കാണാം, അതിന്റെ നേരെ ബാക്കിലായിട്ടാണ് ഡി ഉള്ളത്. സോ സിന്റെ ബാക്കിലായിട്ട് ഡി ഡാഷ്, ഡിന്റെ ബാക്കിലായിട്ട് ഇ ഡാഷ് ആൻഡ് the brackets of A, F dash. Okay. Similarly, base corners, P, Q, R, visible corners. When you're behind it, R, P, Q, R, S, T, U. So Q, R in the backlight S, P, Q, R, S. അതുകൂടി നിങ്ങൾക്ക് ടോപ്പിൽ കാണാം. R ബ്രാക്കറ്റിൽ എസ് ബ്രാക്കറ്റിൽ ആറിന്റെ നേരെ ബാക്കിലായിട്ടാണ് എക്സ് വരുന്നത്. സോ രണ്ട് വ്യൂ നമ്മൾ കൺഫ്യൂഷൻ ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ ആൻഡ് ദിസ് ഇസ് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇതുപോലെ ആയിരിക്കില്ല നമുക്ക് ഫ്രണ്ട് വ്യൂ കാണുന്നത് ടോപ്പിൽ കാണുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, ഫ്രണ്ട് വ്യൂ ഇപ്പം ആറിന്റെ ബാക്കിലായിട്ടാണ് എസ് കിട്ടുക. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ആറിന്റെ ബാക്കിലായിട്ടാണ് എസ് വരിക. ഓക്കെ, സോ ഇൻ ദ ഫ്രണ്ട് വ്യൂ എസ് വിൽ നോട്ട് ബി വിസിബിൾ ആൻഡ് ക്യൂവിന്റെ ബാക്കിലായിട്ട് ടി ആൻഡ് പിന്റെ ബാക്കിലായിട്ട് യു. ഓക്കെ, നൗ if you are marking the axis എങ്ങനെ ഉണ്ടാവുക? Axis of the prism. In the top view, you can see only one point. Because the axis perpendicular to the HP. ഇതുപോലെ ഉണ്ടാവും. Okay, axis പോകുന്ന എങ്ങനെയാണ്? ബേസ് സെന്ററിൽ നിന്ന് ടോപ്പ് സെന്ററിലേക്കാണ് axis പോകുന്നത്. Okay, at this position, since the axis is perpendicular to HP, in the top view you can see only one point.
അല്ലേ? ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണെങ്കിൽ ടോപ്പ് നോക്കുമ്പോൾ ഒരു പോയിന്റ് കാണാൻ പറ്റും. സോ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് രണ്ട് ഡയഗണൽസ് വരെ നിങ്ങൾക്ക് ആ മീറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഇവിടെ സെൻറ്റർ ആയിട്ട് വരിക. സോ ദിസ് പോയിന്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ദ ആക്സിസ്. ഐ ആം നെയിമിംഗ് ഇറ്റ് ആസ് ഒ എം. ഓക്കെ, ഒ എം. ഒ എം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒ is the top end and M is the base end. Okay, so in the front view it would be O dash. Okay, O dash actually ഇത് ഇതിന്റെ കറക്റ്റ് മിഡിൽ ആയിട്ട് ഉണ്ടാവും, നമുക്കിവിടെ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ O dash അത് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. O dash and M dash രണ്ടും വിസിബിൾ ആയിരിക്കില്ല. So this is a simple portion. Now we have to convert it into the actual portion, that is inclined to HP, 35-degree inclined to HP. സോ ഇനിഷ്യൽ പോർഷൻ നമ്മളതിനെ 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് റീട്രോട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിന് എന്താ ചേഞ്ച് ചെയ്ത് വരിക? ഫ്രണ്ട് വ്യൂവിന് എന്ത് ചേഞ്ച് ചെയ്ത് വരിക? ഇത് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുന്നു, ഫ്രണ്ട് വ്യൂവിന്റെ ഷേപ്പിന് വ്യത്യാസം വരുമോ? വരില്ല. ഓക്കെ, ഫ്രണ്ട് വ്യൂവിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം വരില്ല, ബട്ട് അതിന്റെ ഓറിയന്റേഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകും, അത് എങ്ങനെ വരും? ഇതുപോലെ വരും. Front view will be like this now. Okay, front view ഇതുപോലെ വരും. ബട്ട് ഇൻ ദ ടോപ്പ് വ്യൂ അതിൽ കുറച്ച് ചേഞ്ചസ് വരും, അത് ക്ലിയർ ആയിട്ട് പറയാം. ബട്ട് ഈ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചില്ലെങ്കിൽ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നത് പിന്നെ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. സോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് വൺ ഈസ് ആക്സിസ് ഇൻക്ലൈൻ 35 ഡിഗ്രി. സോ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്സിസ് ലൈൻ ഇത് ഞാനിങ്ങനെ ഫർദർ എക്സ്റ്റെൻഡ് ചെയ്യണേ. ആക്സിസ് ആക്ച്വലി ചെയിൻ ലൈൻ ആണ്, ബട്ട് നമ്മളിവിടെ ചെയിൻ ലൈൻ മാർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ചെയിൻ ലൈൻ മാർക്ക് ചെയ്യാത്തത്? ഇവിടെ ചെയിൻ ലൈൻ ഞാൻ മാർക്ക് ചെയ്യില്ല. ബൈ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ലൈൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് വിളിച്ചിട്ടുണ്ട്. ആക്സിസിനെ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈൻ ആണ്, ലോങ് ഡാഷ്, ഷോർട്ട് ഡാഷ്, ഔട്ട്ലൈൻ ആയിട്ട് ലോങ് ഡാഷ്, ഷോർട്ട് ഡാഷ്. ബട്ട് ഞാൻ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ അത് മാർക്ക് ചെയ്യാതിരിക്കാൻ കാരണം അറ്റ് ദ പൊസിഷൻ ഓഫ് ആക്സിസ് ദർ ഇസ് എ വിസിബിൾ എഡ്ജ് അറ്റ് ദ ഫ്രണ്ട്. ആക്സിസ് എവിടെയാണെങ്കിൽ ആക്സിസിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വിസിബിൾ എഡ്ജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടങ്ങനെ ഒരേ ലൈന് കോയിൻസൈഡ് വരുന്ന സമയത്ത് യു ഹാവ് ടു ഗിവ് പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് എപ്പോഴും വിസിബിൾ എഡ്ജിനെ കൊടുക്കുക. സോ വിസിബിൾ എഡ്ജ് തിക്കായിട്ട് മാർക്ക് ചെയ്തു. ആക്സിസ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ആക്സിസ് ത്രൂ ദ ഇൻസൈഡ്, അതിലൂടെ പാസ് ചെയ്ത് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, നൗ ഈ ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ദിസ് ഷുഡ് ബി 35 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ആക്സിസ് ഇൻക്ലൈൻ 35 ഡിഗ്രി. അപ്പോൾ 35 ഡിഗ്രി inclined ആയി വരുന്ന വിധത്തിൽ യു ഹാവ് ടു കൺവേർട്ട് ദിസ് ഒബ്ജക്ട് ഇൻ ടു പൊസിഷൻ. അങ്ങനെ ചേഞ്ച് ചെയ്യാം. ആക്സിസ് 35 ഡിഗ്രി ആണ്. അറ്റ് ദ സെയിം ടൈം വൺ ബേസ് എഡ്ജ് ഷുഡ് ടച്ച് ഓൺ ദ എക്സ് വൈ ലൈൻ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? One base edge should touch the XY line because it is resting on one of its base edge on the HP. അല്ലേ? അപ്പൊ ഇത് ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഇത് ടിൽറ്റ് ചെയ്യുന്ന ആക്ച്വലി ഇത് റെസ്റ്റ് ചെയ്യുന്ന ഒരു എഡ്ജ്. ഓക്കെ, ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്തത്. ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ടേ കാണാൻ പറ്റും, ബട്ട് ആക്ച്വലി ദാറ്റ്സ് എൻ എഡ്ജ്. ഓക്കെ, ആ എഡ്ജ് ഇറ്റ് ഷുഡ് ബി എവിടെയായിരിക്കണം? ഫ്രണ്ട് വ്യൂ ഷുഡ് ബി ഓൺ ദ എക്സ് ലൈൻ. നിങ്ങൾ ഇതിന്റെ പ്രൊജക്ഷൻ നേരെ വി പിയിലേക്ക് പോയിട്ട് ചെയ്താൽ അത് കിട്ടുന്നത് എക്സ് ലൈനിലായിരിക്കും. സോ ഇതിപ്പോ ഏത് എഡ്ജിലാണ്? RS എന്ന് പറഞ്ഞ എഡ്ജാണ്. ഓക്കെ, അതിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കോമ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതൊരു എഡ്ജാണ്. സോ RS എന്ന് പറഞ്ഞ എഡ്ജ് എക്സ് ലൈനിൽ വരുന്ന വിധത്തിൽ തന്നെ റീഡ്രോ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് മാർക്ക് സഫിക്സ് ഇടുക, R1 ഡാഷ് S1 ഡാഷ്. എല്ലാ പോയിന്റ്സും അതുപോലെ സഫിക്സ് വന്നിട്ട് മാർക്ക് ചെയ്യാം. സോ എങ്ങനെ ഇത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈ പൊസിഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. നോക്കാം, ശ്രദ്ധിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിസ് ആണ് വരയ്ക്കുന്നത്. ഒബ്ജക്റ്റ് വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം 35 ഡിഗ്രിയിൽ ആക്സിസ് വരിക. ഓക്കെ, ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ബേസ് വരുന്നത്. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബേസ് വരുന്നത് ഇതാണ് ബേസ്. ഓക്കെ, സോ ഇവിടെ വരച്ച ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതിൽ ബേസ് വരണം. ഓക്കെ, കറക്റ്റ് 90 ഡിഗ്രി യൂസ് ചെയ്യാം. കറക്റ്റ് 90 ഡിഗ്രി വരുന്ന വിധത്തിൽ ബേസ് പ്ലേസ് ചെയ്യാം. ആക്സിസ് ഈ എൻഡിലേക്കുള്ള ലെങ്ത് ഈ സെയിം ലെങ്ത് തന്നെ ഇവിടെ വേണം. ഈ
പോയിന്റ് അത് എക്സ്പ്ലെയിനിൽ ടച്ച് ചെയ്യും വേണം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും ബൈ മൂവിങ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ ഒരു ലെഗ് ഇതിന് ലെഗിന് കിട്ടുമല്ലോ. പോർഷനിൽ കറക്റ്റ് സെയിം ലെങ്ത് താഴെ കിട്ടും. അപ്പൊ അവിടെ നിങ്ങൾ അത് വരയ്ക്കുക, ബാക്കി മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് പിന്നെ അതൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ലോങ് വരയ്ക്കുക, എന്നിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, സോ അതുകൊണ്ട് വേറൊരു മെത്തേഡ് പറയാം. ഫോർ പ്രിസംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഇതിലൂടെ കാണാം. ദിസ് ഈസ് 35 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? You can see that this edge is parallel to the axis. This longer edge is parallel to the axis. So if this is 35 degree, this also should be 35 degree. Okay. So you can fix R first. അതിന് ഈ പോയിന്റ് എക്സ്പ്ലെയിനിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് അവിടെ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്യുക. 35 ഡിഗ്രി ആംഗിളിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോങ് എഡ്ജ് വരിക. ഓക്കെ, ലോങ് എഡ്ജ് വരച്ചാൽ പിന്നെ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് വരിക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ബട്ട് അറ്റ് ദ എൻഡ് യു ഹാവ് ടു മാർക്ക് ദ ആക്സിസ്. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആക്സിസ് മാർക്ക് ചെയ്യണം. ഓൾസോ ദിസ് 35 ഡിഗ്രി യു ഡിഡ്ന്റ് മാർക്ക്, യു ഷുഡ് മാർക്ക്. ഓക്കെ, ഈ ആംഗിൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ, മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് വരച്ചതേ ഉള്ളൂ. ഓക്കെ, ബട്ട് നമുക്ക് തന്ന ആംഗിൾ ആക്സിന്റെ അത് ഇവിടെ തന്നെ മാർക്ക് ചെയ്യുക. 35 ഡിഗ്രി ആംഗിൾ ആക്സിസ് മാർക്ക് വരച്ചതിന് ശേഷം മാർക്ക് ചെയ്യുക. ക്ലിയർ ആണ് ഞാൻ ചെയ്യുന്നത്? ഓക്കെ, പറഞ്ഞ ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റിലേക്ക് വരക്കുന്ന ക്ലിയർ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ പോസ്റ്റിലേക്ക് മാറ്റി ക്ലിയർ ആയിട്ടുണ്ടോ? പോയിന്റ് 6 ഫിക്സ് ചെയ്യാം. ഓക്കെ, പ്രൊട്രാക്ടർ അവിടെ പ്ലേസ് ചെയ്യാം. എക്സ്പ്ലെയിൻ പാരലൽ 35 ഡിഗ്രി ആംഗിൾ എടുത്ത് ലോങ്ങർ എഡ്ജ് ആയതിന് വരയ്ക്കാം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബേസ് വരയ്ക്കാം, ടോപ്പ് ഫേസും വരയ്ക്കാം, അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരയ്ക്കാം. So first I'm fixing this one R1 dash S1 dash. അവിടെ പ്ലേസ് ചെയ്യുന്നു. 35 ഡിഗ്രി ആംഗിൾ. Then this is 50 mm length. So 50 mm വരച്ചു. ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് I'm drawing the base. ഇത് വളരെ ശ്രദ്ധിക്കണം. അതായത് വരച്ചു പലരും ഈ എഡ്ജിന് ഇൻക്ലൈൻഡ് ആയിട്ട് ഇതുപോലെ വരും. ദിസ് ഇസ് റോങ്. ഓക്കെ, റോങ്, ഇങ്ങനെ വരാൻ പാടില്ല. ബേസ് ഷുഡ് ബി perpendicular to the axis. They should be perpendicular to the axis and prism edge perpendicular ആയിരിക്കണം ബേസ് ഉള്ളത്. പ്രൊട്രാക്ടർ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ഓക്കെ, 90 ഡിഗ്രി. സോ ഇത് വരയ്ക്കുമ്പോൾ ലെങ്ത് എടുക്കേണ്ടത്, ഇത് വരയ്ക്കുമ്പോൾ ലെങ്ത് ഏതെടുക്കേണ്ടത്? ദിസ് ലെങ്ത്. ഇതാണ് നമ്മൾ സെയിം ഒബ്ജക്റ്റ് ആണ് അവിടെ മാറ്റിയത്. സോ ഇതേ ലെങ്ത് ആ സെയിം ലെങ്ത് തന്നെ ടോപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തു. നൗ ബൗണ്ടറി കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഈ മിഡിൽ എഡ്ജ് വരുന്ന ലെങ്ത് അതിലേക്ക് കോർണർ അതിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് അത് മാർക്ക് ചെയ്യാം. സോ extend the axis, chain line ആയിട്ട് തന്നെ ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യാം 35 ഡിഗ്രി. ഇനി എല്ലാ പോയിന്റ്സും ആറാണ്. സോ ദിസ് P1 dash and U1 dash, this is U1 dash and E1 dash. Here A1 dash, F1 dash, B1 dash, E1 dash, C1 dash and D1 dash. ഈ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. ജസ്റ്റ് മാത്രമേ ഉള്ളൂ.
ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചെറിയ ശ്രദ്ധിക്കട്ടോ. ബോർഡിൽ കാണുന്ന സമയത്ത് ആംഗിൾ മുകളിലേക്ക് ആയിട്ടല്ലേ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ കറക്റ്റ് 90 ഡിഗ്രി ആംഗിൾ ഷുഡ് ബി 90 ഡിഗ്രി ആക്ച്വലി. ഓക്കെ, now this is the front view, the actual position. Object actual position ഉള്ളതിന്റെ front view ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. Now you have to draw the top view. Okay, ശരിക്കും ശ്രദ്ധിക്കുക. What you have to do is project line from all corners from the top to the right side. ടോപ്പിലുള്ള എല്ലാ കോർണറും റൈറ്റ് സൈഡിലേക്ക് ലൈൻസ് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അതായത് എ ആണെങ്കിൽ എന്ന് നേരെ റൈറ്റിലേക്ക് എക്സ് ലൈനിന് പാരലായിട്ട് പ്രൊജക്ട് എക്സ് വൈ ലൈനിന് പാരലായിട്ട് തന്നെ പ്രൊജക്ട് ചെയ്യണം. ഓക്കെ, ഓരോ കോർണറും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സിയിലൂടെ പാസ് ചെയ്യും. സോ സിയിലൂടെ രണ്ടാമതൊരു ലൈൻ വരേണ്ട ആവശ്യമില്ല. ദെൻ പി ആറും എല്ലാം അതിനകത്ത് വന്നു. ദെൻ ബി ആൻഡ് this line should be thin line. Okay, ഈ particular line should be continuous thin line. വളരെ ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. Then F and D ഇത് രണ്ടും ഒരേ F U D S ഇതൊക്കെ ഒരേ ലൈനിൽ പാസ് ചെയ്യും. E and T പറഞ്ഞ് മനസ്സിലായിട്ടല്ലോ. എല്ലാ കോർണേഴ്സും ടോപ്പിലുള്ള വിഷ്വൽ ടോപ്പിൽ എല്ലാ കോർണേഴ്സും റൈറ്റിലേക്ക് ലൈൻസ് വരയ്ക്കുക. ഫൈനൽ ടോപ്പിക് വരയ്ക്കാനാണ് ചെയ്യുന്നത്, ഫൈനൽ ടോപ്പിക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. നൗ എല്ലാ കോർണേഴ്സിനും ഫ്രണ്ട് വ്യൂലുള്ള ടിൽറ്റഡ് പൊസിഷനിലുള്ള എല്ലാ കോർണേഴ്സിനും താഴേക്ക് ലൈൻസ് വരയ്ക്കുക. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ഓരോ കോർണേഴ്സും ഇപ്പൊ എനിക്ക് ആ ഫസ്റ്റ് പോയിന്റ് എ ആണെന്നുണ്ടെങ്കിൽ എന്ന് വരച്ച ലൈൻ ഇവിടെ ഉണ്ട്, എന്ന് വരച്ച ലൈൻ അതിലേക്ക് A1 ഡാഷിന്റെ പൊസിഷൻ നോക്കും. A1 ഡാഷിന് നേരെ താഴേക്ക് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, എയിൽ വരച്ച ലൈനിലേക്ക് A1 ഡാഷിന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് A1 കിട്ടും. ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ പൊസിഷൻ ഓഫ് പോയിന്റ് എ ഇൻ ദ ആക്ച്വൽ പൊസിഷൻ. ആക്ച്വൽ പൊസിഷനിലെ എന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. സിമിലർലി യു ഹാവ് ടു മാർക്ക് അതായത് ബി ആണെങ്കിൽ B1 ഡാഷിന് ഒരു ലൈൻ നേരെ താഴേക്ക് വരയ്ക്കുക. ആ ലൈൻ ബി എന്ന് പോയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B1. ഓക്കെ, you have to mark all other points. Okay, അപ്പോൾ 10 minutes ബ്രേക്ക് ഉണ്ടല്ലോ, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ എനിക്ക് ടൈം തരാൻ പറ്റില്ല, ഇന്ന് കുറെ ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് വരക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് അഡീഷണൽ ടൈം തരാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. നിങ്ങൾ വരയ്ക്കുന്ന സമയത്താണ് അപ്പോൾ ചോദിക്കാം. ഓക്കെ.